ഡുവാൻ റേസിൽ പങ്കെടുക്കുന്നതിനായി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിൻ ചെയ്താൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ആവും. അവൻ ഷൂ എടുത്തിട്ടതും എന്തോ കാലിൽ കുത്തുന്നു. എന്താണെന്ന് എടുത്തു നോക്കുമ്പോൾ കാലിൽ നിന്ന് ബ്ലഡ് വരുന്നു. ഷൂ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ആണി കുത്തിയിരിക്കുന്നു. അതാണ് കാലിൽ കുത്തി ബ്ലഡ് വരുന്നത്. ഇത് ആരാണ് ചെയ്തതെന്ന് അവനറിയാം. എന്നാലും കോച്ചിനെ വിളിച്ച് പറയുന്നു. അവിടേക്ക് വന്ന കോച്ച് ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ വിളിക്കുന്നു. അദ്ദേഹം വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ആ വേദനയോടെ തന്നെ ഇവൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരുന്നു. ഡുവാൻ ആരെയാണോ സംശയിച്ചത് അവൻ മനഃപൂർവ്വം ഡുവാനോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവനോട് നീയാണോ ഷൂവിൽ ആണി വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ കളിയാക്കുന്നത് പോലെ ചിരിക്കുന്നു. അതോടെ അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് കൺഫേം ആവുന്നു. എന്നാലും അവനെ ട്രാക്കിൽ നോക്കാമെന്ന് വിചാരിച്ച് റിയാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ റേസ് സ്റ്റാർട്ട് ആവുന്നു. എപ്പോഴത്തെയും പോലെ ഡുവാൻ തന്നെ ഫസ്റ്റ് പ്ലേസിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവസാനത്തെ കുറച്ച് സെക്കൻഡിൽ ഇവൻ ഡുവാന്റെ മുന്നിലേക്ക് ഓടിക്കയറി ഫസ്റ്റ് പ്ലേസിൽ എത്തുന്നു. അത് ചെക്ക് ചെയ്ത കോച്ച് ഷോക്ക് ആവുന്നു. കാരണം എപ്പോഴും ഡുവാനാണ് ഫസ്റ്റ് പ്ലേസിൽ വരുന്നത്. ഇവൻ എപ്പോഴും ലാസ്റ്റ് ആയാണ് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇന്ന് ഇവൻ എങ്ങനെയാണ് ഇന്റർനാഷണൽ ടൈമിംഗിൽ ഓടി ഫസ്റ്റ് പ്ലേസ് നേടിയതെന്ന് ചിന്തിക്കുന്നു. അവൻ ഫസ്റ്റ് പ്ലേസിലെത്തിയ അഹങ്കാരത്തിൽ ഡുവാനെ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടുപോകുന്നു. അത് കണ്ട് ഡുവാന്റെ കോച്ചിന് സംശയം തോന്നുന്നു. അവൻ ജയിക്കാൻ ചാൻസ് ഇല്ല. അവൻ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് സെലക്ടിംഗ് ഓഫീസറിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു. ഓഫീസർ ഒരാളുടെ കംപ്ലൈന്റ് മാത്രം വെച്ച് അവന്റെ മേൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഉടനെ അവർക്ക് സപ്പോർട്ടായി ആ സീനിയർ കോച്ചും വന്ന് ഇതിലെന്തോ തെറ്റ് നടന്നിട്ടുണ്ട്, ഉടനെ തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു. അവസാനം നോക്കുമ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ അവൻ ഡ്രഗ് യൂസ് ചെയ്തിരിക്കുന്നു. ഇനി അവൻ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ അവനെ ബാൻ ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് പ്ലേസിൽ വന്ന ഡുവാനെ നാഷണൽ ലെവലിലേക്ക് സെലക്ട് ചെയ്യുന്നു.